നമ്മളിത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ വെച്ച് അത് ഹീൽ ചെയ്യാം. അതിന് പല മരുന്നുകളുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ള് തകരുമ്പോൾ, നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ തിരുവചനം പറഞ്ഞ സമീപസ്ഥ, നമ്മുടെ ഹൃദയം മുറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒന്ന് വേദനിച്ചാൽ മറ്റാർക്കും നമ്മളെ അതിനെ ഗുണപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ട കർത്താവ്, ദൈവത്തിന് നമ്മളെ അറിയും. നമ്മുടെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു പിതാവ് നമ്മുടെ കൂടെയാണ്. ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ സഹോദരന്മാരും മാതാപിതാക്കളും പാർട്ട്നേഴ്സ് നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്ന കർത്താവാണ്. നമ്മൾ പാടിയതുപോലെ ഏതൊരാപത്തിലും ഏത് നേരത്തും നമുക്ക് മുട്ടുമടക്കി അപ്പാ പിതാവേ എന്ന് വിളിച്ചു ചെല്ലുവാനുള്ള ഈ വാക്കുകളുടെ മർമ്മത്തെ അറിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മൗനമായിരിക്കാൻ പാടില്ല. നിങ്ങൾ അതിൻ്റെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ, അതിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും മൗനമായിരിക്കാൻ പാടില്ല. അതരങ്ങളെ തുടർന്ന് മഹത്വപ്പെടുത്തി തുടങ്ങിയാൽ ഹല്ലേലൂയ. ഓ, നമ്മൾ പാടി നമ്മളിങ്ങനെ ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൽ വിങ്ങും വേളകളിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമല്ല. ഒരുപക്ഷെ നിങ്ങൾ നടക്കുമ്പോൾ ഒറ്റയ്ക്കാണെന്നൊന്നും നിങ്ങളുടെ ഫീൽ ഉണ്ടാകും. അല്ല, ദൈവത്തിന്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുള്ളൂ. ഓ ജീസസ്, സ്വർഗീയ കരത്തിൽ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പീസ്, ആ ഒരു സമാധാനത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും. തിരുനാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ഇടയാക്കിയതിനായി നന്ദി കരയറ്റുന്നു. പിതാവേ, ഞങ്ങളെ പാടിയതുപോലെ ഏതൊരാപത്തിലും ഏതു നേരത്തും അങ്ങയുടെ കരുണ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അപ്പാ, ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ സ്വർഗീയ സമാധാനത്തെ ഞങ്ങളിൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള മീറ്റിങ്ങുകളും ദൈവസാന്നിധ്യം കൂടി ഇരിക്കുന്നതിനായി സ്തോത്രം. ദൈവകൃപ ഞങ്ങളോട് സംസാരിക്കും. ദൈവം ഞങ്ങളോട് ഇടപെടുന്നതിനായിട്ട് സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് മടങ്ങി വീട്ടിലേക്ക് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കുന്നതിനായി സ്തോത്രം. സ്വർഗീയ സാന്നിധ്യത്തെ തുടർന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനകളിനായി സ്തോത്രം.